ഏവർക്കും നമസ്കാരം. തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നവഗ്രഹങ്ങളിൽ ലൗകിക സുഖം, വിവാഹം, ജീവിത പങ്കാളി, പ്രണയം, രതിസുഖം, ആഡംബര വസ്തുക്കൾ, വാഹനങ്ങൾ, ഊഹക്കച്ചവടം, ഭാഗ്യം, ലോട്ടറി തുടങ്ങിയവയുടെ എല്ലാം കാരകനായ ശുക്രൻ മാർച്ച് 31 താൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ഏപ്രിൽ 24 വരെയും ശുക്രൻ മീനരാശിയിൽ തന്റെ സഞ്ചാരം തുടരും. ശുക്രന്റെ ഈ രാശിമാറ്റത്തിന് ഏറെ സവിശേഷതകൾ ഉണ്ട്. കാരണം മീനരാശി എന്നത് ശുക്രന്റെ ഉച്ചക്ഷേത്രമാണ്. ഏതൊരു ഗ്രഹവും പൂർണ്ണ ബലവാൻ ആകുന്നത് തന്റെ ഗ്രഹത്തിന്റെ ഉച്ചക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോഴാണ്. അപ്പോൾ ലൗകിക സുഖഭോഗങ്ങൾ പ്രദാനം ചെയ്യുന്ന ശുക്രന്റെ കാര്യം പറയാനുണ്ടോ? നിമിഷ നേരം കൊണ്ട് ഏതൊരുവനെയും പ്രശസ്തികളുടെ ഉന്നതികളിൽ എത്തിക്കുവാൻ ശുക്രനോളം കഴിവ് മറ്റ് ഗ്രഹങ്ങൾക്ക് ഇല്ല. മാത്രമല്ല, ഗോചരവശാൽ പ്രകടമായും പ്രത്യക്ഷമായും ഏറ്റവും കൂടുതൽ കൂറുകൾക്ക് ഫലങ്ങൾ നൽകുന്ന ഗ്രഹവും ശുക്രനാണ്. അപ്പോൾ മീനരാശിയിൽ ഉച്ചനായി നിൽക്കുന്ന ശുക്രൻ 27 നക്ഷത്രക്കാർക്കും നൽകുന്ന ഗുണാനുഭവങ്ങൾ, പ്രതികൂലമായ ഫലങ്ങൾ എന്നിവ എന്തെല്ലാമാണ് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. ആദ്യം മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ രാശിജാതരുടെ 12ാം ഭാവത്തിലാണ് ശുക്രൻ പ്രവേശിക്കുവാൻ പോകുന്നത്. 12ാം ഭാവം എന്നാൽ ചെലവിൻ്റെ സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ചെലവുകൾ ഉണ്ടാകും. എന്നാൽ അത് ഭൂമി, ഗൃഹം, ആഡംബരമായ വസ്തുവകകൾ എന്നിവ വാങ്ങുന്നതിലേക്കായിരിക്കും ചെലവഴിക്കപ്പെടുക. കൂടാതെ സാമ്പത്തികമായ പുരോഗതിയും ഈ സമയത്ത് ഉണ്ടാകും. കിട്ടാക്കടങ്ങൾ എന്ന് എഴുതിത്തള്ളിയ കടങ്ങൾ തിരിച്ച് കിട്ടുവാൻ ഏറെ സാധ്യത ഉണ്ട്. വിദേശയാത്രകൾ, വിനോദയാത്രകൾ എന്നിവയ്ക്കും ഈ കാലത്ത് സാധ്യത ഏറെയാണ്. എന്നാൽ ഈ രാശിജാതരുടെ 5ാം ഭാവാധിപനായ സൂര്യൻ 12ാം ഭാവത്തിൽ ശുക്രന്റെ കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നു. കൂടാതെ ഇതേ ഭാവത്തിൽ രാഹുവും നിൽക്കുന്നു. അതിനാൽ സന്താനങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയിൽ നല്ല ശ്രദ്ധയും കരുതലും വേണ്ട സമയമാണ് ഇത്. ഈ ഒരു കരുതൽ സൂര്യൻ ഏപ്രിൽ 14 മേടരാശിയിലേക്ക് പ്രവേശിക്കുന്നത് വരെയും പുലർത്തേണ്ടതാണ്. രണ്ടാമതായി ഇടവക്കൂർ. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ഇടവരാശിജാതരുടെ രാശ്യാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ മാർച്ച് 31 ഈ രാശിജാതരുടെ 11ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. 11ാം ഭാവം എന്നാൽ സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്നു. രാശ്യാധിപനായ ശുക്രൻ സർവാഭീഷ്ടസ്ഥാനവും വരവിന്റെ ഭാവവും ആയ 11ൽ പ്രവേശിക്കുന്നത് ഈ രാശിജാതർക്ക് ഏറ്റവും നേട്ടങ്ങൾ നൽകുന്ന കാലമാണ്. പ്രവർത്തികളിലെ കാലതാമസവും തടസ്സങ്ങളും എല്ലാം മാറി അവയ്ക്കെല്ലാം ഉദ്ദേശിച്ച ഫലങ്ങൾ കിട്ടും. സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിൽ അധികം ലാഭം ഇക്കാലത്ത് ഉണ്ടാകും. ഔദ്യോഗിക രംഗത്ത് പുരോഗതി, ഉയർച്ച എന്നിവയും ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുള്ള നീക്കങ്ങൾ ഈ കാലത്ത് കണ്ടു തുടങ്ങും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഏറ്റവും അനുകൂലമായ കാലമാണ് ഇത്. പ്രണയിനികൾക്ക് പ്രണയസാഫല്യം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും ഐക്യവും പരസ്പര ധാരണയും സ്നേഹവും ഇക്കാലത്ത് ഉണ്ടാകുന്നതാണ്. അത് മൊത്തത്തിൽ കുടുംബത്തിൽ ഒരു സൗഖ്യം സൃഷ്ടിക്കും. ശത്രുക്കളുടെ ദോഷങ്ങൾ എല്ലാം ഇക്കാലത്ത് നിഷ്പ്രഭം ആകും. എന്നുമാത്രമല്ല, അസൂയാലുക്കൾക്ക് പോലും ഈ രാശിജാതരെ അംഗീകരിക്കേണ്ട ഒരു അവസ്ഥ സംജാതമാകും. കലാകാരന്മാർക്ക് ഏറ്റവും ശോഭനമായ കാലമാണ് ഇത്. ആരോഗ്യപ്രശ്നങ്ങൾ ഒന്നും തന്നെ അലട്ടില്ല. 11ലെ ശുക്രൻ ഈ രാശിജാതർക്ക് നൽകുന്ന സാമ്പത്തിക ഭദ്രതയും സർവകാര്യ വിജയവും അഭീഷ്ടസിദ്ധിയും എടുത്തു പറയേണ്ട 3 ഭാഗ്യം ആകുന്നു. മൂന്നാമതായി മിഥുനക്കൂർ. മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ രാശിജാതരുടെ 10ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത്. 10ാം ഭാവം എന്നാൽ കർമ്മഭാവം. 10ാം ഭാവത്തിൽ ശുക്രന് ശുഭബലദാനശേഷി കുറയുന്നു. ഔദ്യോഗിക രംഗത്ത് ഇത് നിഴലിക്കും. ഭാരിച്ച ഉത്തരവാദിത്വം ഈ സമയത്ത് ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. കീഴുദ്യോഗസ്ഥരുടെ കൈപ്പിഴകൾക്ക് പോലും മറുപടി നൽകേണ്ട അവസ്ഥ ഉണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും സമയം അത്ര അനുകൂലമല്ല. ശുക്രൻ ഇവരുടെ 5ാം ഭാവാധിപനും 12ാം ഭാവാധിപനും ആകുന്നു. സന്താനങ്ങളുടെ പഠനം, ഉപരിപഠനം എന്നിവയിൽ വൈഷമ്യങ്ങൾ നേരിടാം. കൂടാതെ സാമ്പത്തികമായും ചില ഞെരുക്കങ്ങൾ അനുഭവപ്പെടും. കുടുംബസൗഖ്യവും ഇക്കാലത്ത് കുറയും.
നാലാമതായി കർക്കിടകക്കൂർ. പുണർദം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ഈ രാശിജാതരുടെ ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത്. 9-ാം ഭാവത്തിൽ ശുക്രൻ ഏറെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നൽകും. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ക്ഷേമവും സൗഖ്യവും അനുഭവപ്പെടും. തൊഴിൽ രംഗത്തും ഇവർക്ക് പുരോഗതി ഉണ്ടാകും. മനസ്സിൽ നല്ല ഉന്മേഷവും ഊർജവും അനുഭവപ്പെടുന്ന കാലമാണ് ഇത്. ഈ രാശിജാതരുടെ 4-ാം ഭാവാധിപനായ ശുക്രൻ ഭാഗ്യഭാവത്തിൽ നിൽക്കുമ്പോൾ കുടുംബത്തിലും നല്ല സുഖം, സന്തോഷം എന്നിവ ഉണ്ടാകും. ദാമ്പത്യ ജീവിതം ഏറെ സുഗമം ആകും. ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ ഉണ്ടാകും. ഈ രാശിജാതരുടെ 11-ാം ഭാവാധിപനും കൂടിയാണ് ശുക്രൻ എന്നതിനാൽ ഈ സമയത്ത് ഇവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി കൈവരും. കൂടാതെ അഭീഷ്ടകാര്യസിദ്ധി, കാര്യവിജയം എന്നിവയും ഉണ്ടാകും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടാൽ അത് വിജയം കൈവരിക്കും. 5-ാമതായി ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ രാശിജാതരുടെ 8-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത്. അഷ്ടമത്തിൽ രാഹുവും ആയി പാപയോഗം ഉണ്ടെങ്കിലും അഷ്ടമത്തിലെ ഉച്ചനായി സഞ്ചരിക്കുന്ന ശുക്രൻ ഗുണങ്ങൾ നൽകും എന്നാണ് നിയമം. ഈ സമയത്ത് സാമ്പത്തികമായി നേട്ടങ്ങൾ വന്നു ഭവിക്കും. കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആയി മാറും. പഠനം, ഉപരിപഠനം, ഗവേഷണം എന്നിവയിൽ മികവ് പുലർത്തും. സുഖഭോഗാനുഭവങ്ങൾ ഉണ്ടാകും. ഏറെ ആഗ്രഹിച്ചു തുടങ്ങിയ സംരംഭങ്ങളും ആശയങ്ങളും വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കും. വിവാഹാലോചനകൾക്കും ഈ സമയം ഏറെ അനുകൂലമാണ്. ഈ രാശിജാതരുടെ 10-ാം ഭാവാധിപൻ ശുക്രൻ ആകയാൽ ഔദ്യോഗിക രംഗത്തും പുരോഗതി അനുഭവപ്പെടും. കൂടാതെ ബിസിനസ്, ഷെയർ മാർക്കറ്റ് എന്നീ മേഖലകളിൽ ലാഭം ഉണ്ടാകും. 6-ാമതായി കന്നിക്കൂർ. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ചാരവശാൽ ഈ രാശിജാതരുടെ 7-ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ ഈ കാലയളവിൽ സഞ്ചരിക്കുക. 7-ാം ഭാവം എന്നാൽ കളത്രഭാവം, പ്രണയം, വിവാഹം, ദാമ്പത്യ ജീവിതം എന്നിവയെ എല്ലാം കുറിക്കുന്നു. ഈ ഭാവത്തിലൂടെയുള്ള ശുക്രന്റെ സഞ്ചാരം പൊതുവെ അശുഭം ആണ്. കൂടാതെ കന്നിരാശിയുടെ അധിപനായ ബുധന് നീചസ്ഥിതിയും സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുള്ള കാലമാണ് ഇത്. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ വേണ്ട സമയമാണ് ഇത്. ഈ ഭാവം കൊണ്ട് ബിസിനസ്, പ്രത്യേകിച്ചും പങ്കാളിത്ത ബിസിനസ്, അതായത് പാർട്ട്ണർഷിപ്പ് ചിന്തിക്കണം. അത്തരം ബിസിനസ് മേഖലയിലും പാർട്ട്ണറുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. അത് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കും. സാമ്പത്തികമായ ഇടപെടലുകളിൽ ഏറെ ശ്രദ്ധയും ഇക്കാലത്ത് പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സമയത്ത് ദൂരദേശയാത്ര, വിദേശയാത്ര എന്നിവയിൽ നിന്നും പിൻവാങ്ങുന്നതാണ് നല്ലത്. കാരണം അത്തരം യാത്രകൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്താനുള്ള സാധ്യത കുറവാണ്. കൂടാതെ അത്തരം യാത്രകൾ മൂലം ധനനഷ്ടവും ദുരിതവും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് താനും. 7-ാമതായി തുലാക്കൂർ. ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ഈ രാശിജാതരുടെ 6-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുവാൻ പോകുന്നത്. രോഗസ്ഥാനം, ശത്രുസ്ഥാനം, അരിഷ്ടസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ 6-ാം ഭാവത്തിലൂടെയുള്ള ശുക്രസഞ്ചാരം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളാണ് നൽകാറ്. കാര്യതടസ്സം, ശത്രുദോഷം, രോഗം എന്നിവയാണ് ശുക്രൻ 6-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ദോഷഫലങ്ങൾ. എന്നാൽ ഇവിടെ ഈ രാശിജാതർക്ക് ആശ്വാസം നൽകുന്ന ഒന്നുണ്ട്. ഈ രാശിജാതരുടെ രാശ്യാധിപനാണ് ശുക്രൻ. രാശ്യാധിപനായ ശുക്രൻ ദോഷഫലങ്ങളെ നിർവീര്യമാക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഇടപെടലുകളിൽ ലാഭം കുറയും എന്നല്ലാതെ കനത്ത നഷ്ടങ്ങൾ ഒന്നും വന്നു ഭവിക്കാറില്ല. അതുപോലെ ഈ സമയത്ത് ശത്രുക്കൾ വർദ്ധിക്കുമെങ്കിലും അവരുടെ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനെതിരെ പ്രവർത്തിക്കുവാനുള്ള ഉപായം ശുക്രൻ ഏത് വിധേനയും ഇവർക്ക് നൽകും. ഉദാഹരണമായി, നിങ്ങളുടെ അടുത്ത ഒരു സഹപ്രവർത്തകൻ നിങ്ങൾക്കെതിരെ ഒരു നീക്കം നടത്തുവാൻ പദ്ധതിയിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് അടുപ്പം പുലർത്തുന്ന ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ അറിയും. അത്തരം സൂചനകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എതിരാളികളുടെ പ്രവർത്തികളെ തടയിടുവാൻ കഴിയും. ധനം, മറ്റ് വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ എന്നിവ കളവ് പോകാനോ അശ്രദ്ധയാൽ എവിടെയെങ്കിലും കളഞ്ഞു പോകുവാനോ സാധ്യത ഉണ്ട്. അതിനാൽ ഏറെ ജാഗ്രതയും സൂക്ഷ്മതയും ഇക്കാര്യത്തിൽ പുലർത്തുക. 8-ാമതായി വൃശ്ചികക്കൂർ. വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ശുക്രൻ ഇവരുടെ 5-ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. സന്താനം, മനസ്സ് എന്നിവയെ കുറിക്കുന്ന ഈ ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അനുകൂല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. സന്താനലബ്ധി, സന്താന ലാഭം, സന്താന സൗഖ്യം എന്നിവ ഇക്കാലത്ത് ഉണ്ടാകും.
മക്കൾക്ക് പഠനം, വിദ്യാഭ്യാസം എന്നിവയിൽ നല്ല മികവ് ഉണ്ടാകും. ഈ സമയത്ത് മനസ്സിന് നല്ല സമാധാനവും സന്തുഷ്ടിയും ഉണ്ടാകുന്നതാണ്. കൂടാതെ സാമ്പത്തികമായും ഏറെ അഭിവൃദ്ധി, ബിസിനസ്സിൽ ആദായം എന്നിവ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ പല ഭാഗ്യാനുഭവങ്ങളും ഈ കാലത്ത് വന്നു ചേരാവുന്നതാണ്. ആ ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വീട് വാങ്ങുവാനുള്ള ആദ്യത്തെ നീക്കങ്ങളാകാം, ചിലപ്പോൾ ലാഭകരമായ ഭൂമി വാങ്ങൽ അല്ലെങ്കിൽ വിൽക്കൽ ആകാം, വാഹന ലാഭം ആകാം, ഉപരിപഠനം, നല്ല ജോലി, നല്ല അനുയോജ്യമായ വിവാഹാലോചനകൾ എന്നിവയെല്ലാം ആകാം. 9ാമതായി ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ഈ രാശിജാതരുടെ 4ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുവാൻ പോകുന്നത്. 4ാം ഭാവം എന്നത് മാതാവ്, മനസ്സ്, കുടുംബം എന്നിവയെ എല്ലാം കുറിക്കുന്നു. ഈ സമയത്ത് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടുകയും സമാധാനം ലഭിക്കുകയും ചെയ്യും. മാതാവിന് ആരോഗ്യപരമായി നല്ല സമയമാണ് ഇത്. മാതാവ് ചികിത്സയിലാണെങ്കിൽ ചികിത്സയ്ക്ക് ഏറെ ഫലം ഉണ്ടാകുകയും ആരോഗ്യസ്ഥിതി വർദ്ധിക്കുകയും ചെയ്യും. കുടുംബാന്തരീക്ഷത്തിൽ സൗഖ്യം, കുടുംബാംഗങ്ങൾ തമ്മിൽ സുദൃഢമായ ഐക്യം, സ്നേഹം എന്നിവ ഉണ്ടാകും. ഗൃഹാരംഭത്തിന് തുടക്കം കുറിക്കും. വീടുള്ളവർ നവീകരണ പ്രവൃത്തികൾ നടത്തും. ഭൂമി, വാഹനം എന്നിവ വാങ്ങുവാനും ഏറെ അനുകൂലമായ സമയമാണ് ഇത്. 10ാമതായി മകരക്കൂർ. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ രാശിജാതരുടെ 3ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുവാൻ പോകുന്നത്. 3ാം ഭാവത്തിലൂടെയുള്ള ശുക്രന്റെ സഞ്ചാരം ഏറെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒന്നാണ്. സ്ഥാനമാനങ്ങൾ, ധനസമൃദ്ധി, നേതൃഗുണം എന്നിവയാണ് 3ൽ ശുക്രൻ ഗോചരവശാൽ സഞ്ചരിക്കുമ്പോൾ ഉളവാകുന്ന ഗുണഫലങ്ങൾ. സ്ഥാനമാനങ്ങൾ എന്നതുകൊണ്ട് ഔദ്യോഗിക രംഗത്തുള്ള പ്രമോഷൻ, പൊതുപ്രവർത്തനങ്ങൾ, രാഷ്ട്രീയം എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് ജനസമ്മിതി, കല, കായിക രംഗങ്ങളിൽ ഏർപ്പെട്ടവർക്ക് അംഗീകാരം, ആദരം, പുരസ്കാരം എന്നിവയെ എല്ലാം ചിന്തിക്കണം. കൂടാതെ ഈ സമയത്ത് ശത്രുക്കൾ പോലും ശത്രുതകൾ മറന്ന് സുഹൃത്തുക്കളാകും എന്നാണ് നിയമം. കൂടാതെ കുടുംബ ബന്ധങ്ങൾ ഈ കാലയളവിൽ ഏറെ കെട്ടുറപ്പ് ഉള്ളതാകും. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ആത്മവിശ്വാസവും ആത്മബലവും മനോബലവും ഈ രാശിക്കാർക്ക് കൂടിയിരിക്കും. 11ാമതായി കുംഭക്കൂർ. അവിട്ടം 2ാം പകുതി, ചതയം, പൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ഈ രാശിജാതരുടെ 2ാം ഭാവത്തിലേക്കാണ് ശുക്രൻ ഉച്ചനായി പ്രവേശിക്കുവാൻ പോകുന്നത്. 2ാം ഭാവം എന്നത് വാക്സ്ഥാനം, ധനസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്നു. 2ലൂടെയുള്ള ശുക്രസഞ്ചാരം വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്നു. സാമ്പത്തികമായി ഉയർച്ച, കുടുംബസൗഖ്യം, ബഹുമതി, അംഗീകാരം എന്നിവയാണ് ഫലങ്ങൾ. മത്സര പരീക്ഷകളിൽ ഈ രാശിജാതർക്ക് വളരെയധികം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാനും ആകും. ഉപരിപഠനത്തിനും ഗവേഷണത്തിനും ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത്. ദാമ്പത്യബന്ധം ദൃഢമാകും. സുഖവും സമാധാനവും പൊതുവെ വർദ്ധിച്ചിരിക്കും. ഗൃഹോപകരണങ്ങൾ, ആഡംബരപരമായ വസ്തുക്കൾ എന്നിവ വാങ്ങുവാനുള്ള സാധ്യതയും ഇക്കാലത്ത് ഉണ്ട്. അവസാനമായി 12ാമത്തെ രാശിയായ മീനക്കൂർ. പൂരട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ രാശിജാതരുടെ ജന്മത്തിലൂടെയാണ് ഉച്ചനായ ശുക്രൻ സഞ്ചരിക്കുവാൻ പോകുന്നത്. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകും. വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഇവർക്ക് അംഗീകാരവും ജനസമ്മിതിയും ലഭിക്കും. ഔദ്യോഗിക രംഗത്തും നേട്ടങ്ങൾ ഏറെ ലഭിക്കുന്ന കാലമാണ് ഇത്. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണ, ഐക്യം എന്നിവ വളരെയധികം ഉണ്ടാകും. മാനസികവും ശാരീരികവുമായ സൗഖ്യവും ഉല്ലാസവും ഉണ്ടാകും. അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ വന്നു ഭവിക്കും. സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ എന്നിവരുമായി കൂടിച്ചേരലുകൾ, വിനോദയാത്ര എന്നിവയ്ക്കും ഈ കാലത്ത് അവസരം ഉണ്ടാകും. അപ്പോൾ വരുന്ന മാർച്ച് 31-ാം തീയതി മുതൽ ഏപ്രിൽ 24-ാം തീയതി വരെയുള്ള കാലയളവിൽ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ 12 രാശിജാതർക്കും അതിലെ 27 നക്ഷത്രജാതർക്കും മേൽപ്പറഞ്ഞ ഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ്. ജാതകനിലയിൽ ശുക്രന്റെ ക്ഷേത്രബലം, പാപയോഗം എന്നിവയ്ക്ക് അനുസൃതമായി ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്മകളും ഈശ്വരകടാക്ഷവും നേരുന്നു. നന്ദി, നമസ്കാരം.